ലെഫ്റ്റ് ബ്രസ്റ്റില് കംപ്ലീറ്റ് ഒരു കുഴി. നമ്മുടെ ഒരു ഗ്ലാസ് വെള്ളം കൊള്ളും അത്രയ്ക്കൊരു കുഴി. അങ്ങ് റിബ്സ് ഒക്കെ കാണാം. അതിന്റെ ഇടയിൽ അങ്ങ് നിറച്ച് സ്ലഫും പിടിച്ച് വല്ലാത്തൊരു കണ്ടീഷൻ. എനിക്ക് തല ഇറങ്ങിപ്പോയി ഒറ്റ നോട്ടത്തില്. അവര് പറഞ്ഞ് വലിയൊരു മഴ പോലെ ഉണ്ടായിരുന്നു. ആദ്യമൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ല. RCC ചെന്ന് അപ്പൊ അവര് പറഞ്ഞ് ഇത് ഓപ്പറേഷന്റെ സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയി, 26 റേഡിയേഷൻ എടുക്കണമെന്ന് പറഞ്ഞു. 16 എണ്ണമായി. അപ്പോഴത്തേക്ക് എന്റെ ബ്രസ്റ്റ് ഇങ്ങനെ ആയി. അപ്പൊ ഞാൻ നമ്മുടെ മെറിസ്റ്റിക്ക, കലൻഡുല, ഹൈപ്പറിക്ക, ഈ 3 ടിങ്ചറുകൾ നമ്മുടെ ഈ ഡയബറ്റിക് അൾസറിലും ഇതൊക്കെ ഉള്ളത്, ഈ സ്ലഫ് പിടിച്ച് അങ്ങ് കട്ടിയായിട്ടിരിക്കുന്നത് ഒന്ന് ഇളകി പോകാൻ ഈ ടിങ്ചർ വളരെ നല്ലതാണ്. ഒരു 10-15 തുള്ളി എല്ലായിടത്തും ഒക്കെ ഇറ്റിച്ച് വെച്ചിട്ട് കുറച്ചു നേരം കിടക്കുക. കിടന്നിട്ട് അതങ്ങ് ഉണങ്ങി കഴിയുമ്പോൾ ഈ ഗൺ പൗഡർ 3X ഞാൻ അതിനങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കാനും പറഞ്ഞ് അതും കൊടുത്ത്, ആഫ്റ്റർ എഫക്ട് ഓഫ് റേഡിയേഷൻ ആയതുകൊണ്ട് റേഡിയം ബ്രോമൈഡ് 200 ഇന്റേണൽ കൊടുക്കാനും പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോ അവരുടെ ആ സ്ലഫ് എല്ലാം അങ്ങ് മാറി, നല്ല റെഡ് കളറിൽ നല്ല ടിഷ്യൂസ് ഒക്കെ വന്നു തുടങ്ങി. 3-4 മാസം കൊണ്ട് കംപ്ലീറ്റ് ഹീലായി. പുറത്ത് സ്കിന്നും വന്ന് നോർമലായി. അവര് പോയിട്ട് അവിടെ ചെന്ന് എല്ലാവരോടും പറഞ്ഞു. അപ്പൊ അത് ചുമ്മാ ഹോമിയോപ്പതിയിൽ അങ്ങനൊന്നും നടക്കത്തില്ല, അതുകൊണ്ടൊന്നും അല്ല എന്നൊക്കെ ചിലര് പറഞ്ഞു. പക്ഷെ അവിടെ RCCയില് ഉണ്ടായിരുന്ന ഡോക്ടർ ഗംഗാധരൻ, പക്ഷെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അദ്ദേഹം വിളിച്ചിട്ട് ചോദിച്ച് ഏത് ഡോക്ടറായിരുന്നു. ഡോക്ടർ ഭാഗ്യലക്ഷ്മി പറഞ്ഞു. ഫോൺ നമ്പരും വാങ്ങിച്ച് എന്റെ അഡ്രസ്സും വാങ്ങിച്ച് ഗംഗാധരൻ ഡോക്ടർ എന്നെ വിളിച്ചു നന്നായിട്ട് പറഞ്ഞു. ഹോമിയോ ആയാലും ശരി, ആയുർവേദത്തിലായാലും രോഗികൾ സാന്ത്വനം കിട്ടുന്നതാണ് എനിക്ക് താല്പര്യം. ഈ ഡോക്ടറുടെ ഈ കേസ് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇവരുടെ അൾസർ അത് ഇത്രയും ഭംഗിയായിട്ട് ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് അത് ചെയ്ത് ഹീലാക്കിയത് വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ എന്നെ അഭിനന്ദിച്ചു.